ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബഹ്റിനിലുള്ള ഗലേറിയ മാളിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. അവിടെയുള്ള മറാസി അക്വേറിയം ആൻഡ് അണ്ടർവാട്ടർ സൂ വിസിറ്റ് ചെയ്യാണ്. നിങ്ങൾ ബഹ്റിനിലാണ് അല്ലെങ്കിൽ ബഹ്റിൻ വിസിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ബഹ്റിനിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണിത്. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും ഇത് സേവ് ചെയ്ത് വെച്ചോളൂ, വേർത്ത്ഫുൾ ആയിരിക്കും. അക്വേറിയത്തിലേക്കുള്ള എൻട്രി ഫീസ് 6 ബഹ്റിൻ ദിനാറാണ്. അത് ഏകദേശം സൗദിയിലെ 60 റിയാലിനോട് അടുപ്പിച്ച് വരും. ഇതൊരു ചെറിയൊരു ഫിഷ് ടാങ്ക് പോലെയാണ്, ടണൽ പോലെയാണത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെ നമുക്കിങ്ങനെ നടന്നു പോകാനും പിന്നെ ഫിഷസിനെയൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ നമുക്കുണ്ടാവാം. ഫിഷിനെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ലൊരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അക്വേറിയം വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം ചെറുതും വലുതുമായ ഒട്ടനവധി മീനുകൾ, അതും പല സ്പീഷ്യസിലുള്ള പല തരത്തിലുള്ള മീനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. നെക്സ്റ്റ് നമ്മൾ റീഫ് സോണിലേക്കാണ് പോയത്. അവിടെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഈ അക്വേറിയത്തിൽ മീനുകളെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോരോ സോണുകളിലായിട്ടാണ്. റീഫ് സോണിലാണ് നിങ്ങളിപ്പോൾ കാണുന്ന കണ്ടൽക്കാടുകൾ ഉള്ളത്. അതിനെ ചുറ്റിപ്പറ്റി ധാരാളം കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ റീഫ് സോണിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. അക്വേറിയത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ റീഫ് സോൺ വരേക്കും അവർ ഒരു ഡാർക്ക് ബ്ലൂ തീമിലായിരുന്നു ലൈറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓഷ്യനിലൂടെ നമ്മൾ മത്സ്യങ്ങളെയൊക്കെ കണ്ട് നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഈ ഡാർക്ക് വെളിച്ചത്തിൽ നിന്നും നമ്മൾ പിന്നീട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ട ഈ റെയിൻ ഫോറസ്റ്റിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുപോലെ കാം ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ റെയിൻ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര നമുക്ക് സമ്മാനിച്ചത്. മറാസി അക്വേറിയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു സോൺ ഇത് തന്നെയാണ്. പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ വലിയ വലിയ ഫിഷുകളെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കാം നമുക്ക്. ഇവിടെ റെയിൻ ഫോറസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഷുകളെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവർ അലൗ ചെയ്യുന്നുണ്ട്. ഫിഷിനുള്ള ഫുഡും അവിടെ നിന്ന് തന്നെ നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള ഫിഷുകളൊക്കെയും ഈ റെയിൻ ഫോറസ്റ്റിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാകാം അവിടെ ഉണ്ടായിരുന്ന മീനുകളൊക്കെയും നമ്മുടെ കൈവിരൽ നീട്ടുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ടായിരുന്നു. ഫിഷിനെ ഫീഡ് ചെയ്യുന്നത് നല്ല എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാത്തു നിന്ന് അത് ഓടി വന്ന് കഴിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. റെയിൻ ഫോറസ്റ്റിൽ നിന്നും ഒരു ചെറിയ കോണിപ്പടി കയറി നമ്മൾ പിന്നീട് എത്തുന്നത് ഒരു കുഞ്ഞ് കഫേയിലേക്കാണ്. ഈ കഫേ സെറ്റ് ചെയ്തിരിക്കുന്നതും ഒരു ഫോറസ്റ്റിൻ്റെ തീമിൽ തന്നെയാണ്. അവിടെ വെച്ച് ഞങ്ങളും കോഫിയും ചെറു സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എൻ്റർടൈൻമെൻറ്റ് പോലെ തന്നെ ഈ അക്വേറിയം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് കൂടി എയിം ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നീട് പോയത് അക്വേറിയത്തിൽ തന്നെയുള്ള ഒരു ലാബിലേക്കാണ്. ഇനി അവിടെയുള്ള വിശേഷങ്ങൾ കാണാം. To jsou vajíčka, pak jsou to taky embrya, tam jsou velký medusky. So they eat like small shrimp, or you can say Altimians. So when we feed them, you can see them. So these are the hiding. എൻ്റർടൈൻമെൻറ്റ് പോലെ തന്നെ എഡ്യൂക്കേഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഇതാണ്. അവർ അവരുടെ ലാബിൽ വെച്ച്
ഫിഷുകളെ വളർത്തിയെടുക്കുന്ന ഓരോ സ്റ്റേജസിനെ കുറിച്ചാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അക്വേറിയത്തിൽ കണ്ട പല മീനുകളും അവരവരുടെ ലാബിൽ തന്നെ പല ടാങ്കുകളിലായി വളർത്തിയെടുത്ത മീനുകളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ക്ലാസ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഒരു കുഞ്ഞ് ജനിച്ച് അത് വലിയതാവുന്നത് വരെയുള്ള ഓരോ ഘട്ടം പോലെ തന്നെ ഒരു മീന് പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുവന്ന മീനുകളായത് എന്ന് നമ്മൾ നേരിട്ട് അറിയുകയാണ്. Hi everyone, how are you? Hope you all are good. The divers, they are going to be inside to put the banner of Eid Mubarak. If you want to take picture with them, you can take this here. You can ask me also. Even you want something, any fish which is from around the world, you can ask me them also. My name is നെക്സ്റ്റ് നമ്മൾ Rupal. പോയത് ഒരു വലിയ ഫിഷ് ടാങ്കിനടുത്തേക്കാണ്. അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സ്കൂബ ഡൈവേഴ്സിനെ കാണാൻ പോവാണ്. അവിടെ നമ്മളോട് ഈദിൻ്റെ വിഷസ് അറിയിക്കും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ബേർഡ് ഡൈവേഴ്സിൻ്റെ കൂടെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് നമ്മൾ അവിടുന്ന് പോകുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു സെക്ഷനിലേക്കാണ്. അവിടെ ജെല്ലി ഫിഷുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. മരാസി അക്വേറിയത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.